നമസ്കാരം. ശരിയാണ്. എന്താണ് പിണറായി വിജയനെതിരെ ഇത്രയധികം തെളിവുകളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നിട്ടും മാസപ്പടി കേസിൽ അയാളുടെ മകൾക്കുള്ള പങ്ക് പുറത്തു വന്നിട്ടും നടപടികൾ കൃത്യമായ രീതിയിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അധികാരം പിണറായി വിജയന് നഷ്ടപ്പെട്ടപ്പോഴാണ് ED റെയ്ഡുമായി പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയത് പോലും. അതിനുശേഷവും നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 50 ദിവസത്തിലേറെയായി പിണറായി വിജയൻ്റെ വീട് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ CPM ഗുണ്ടകൾ അകത്ത് കിടക്കുകയാണ്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷേ വീണ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്. ഇന്നലെ അറിയുന്നത് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സമൻസ് അയക്കുമെന്നൊക്കെ ഇന്നലെ മാധ്യമ വാർത്തകൾ കണ്ടിരുന്നു. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും, ഉദാഹരണത്തിന് ഡൽഹിയിലും ജാർഖണ്ഡിലും ഒക്കെ ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവരെ ജയിലിലിട്ട BJP പിണറായി വിജയനെതിരെ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും നമുക്കുണ്ടായിരുന്നു. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് BJP ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണയോ യാഥാർത്ഥ്യമോ ജനങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു മിഥ്യാധാരണയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ അപ്പോഴും അജയ്യനായി തന്നെ ഇവിടെ തുടരുകയായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ ഒരു പ്രസംഗമൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു, മോഹിച്ചു പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടുമെന്നൊക്കെ. പക്ഷേ എന്തായാലും അതുണ്ടായില്ല. പിണറായി വിജയനെ ജനങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കി. എന്തായാലും ഇതിന് ശേഷവും പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നൊരു സംശയം പലരിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G ശക്തിധരൻ, അദ്ദേഹം പിണറായി വിജയനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആഞ്ഞടിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു BJP വിരോധിയാണ്, നരേന്ദ്രമോദി വിരോധിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച്, അതായത് പിണറായി വിജയൻ സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് G ശക്തിധരൻ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: 2,78,00,000 രൂപ പിണറായി എന്തു ചെയ്തു എന്ന തലക്കെട്ടിലായിരുന്നു ആ കുറിപ്പ്. കോളിളക്കം സൃഷ്ടിച്ച ലാവ്ലിൻ കേസിന്റെ ഗതി തന്നെയാവും മാസപ്പടി കേസിലും സംഭവിക്കുക. ആ പണം കൊടുത്തത് പിണറായിയെ ഓർത്താണെന്നും T വീണയ്ക്കല്ലെന്നും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത 2024 ഏപ്രിൽ 17 മൊഴി കൊടുത്തിരുന്നു എന്ന സത്യം 3 വർഷം വൈകി ED ഇന്നലെ പുറത്തുവിട്ടത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയായിരിക്കാം എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും BJP ഇതര സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് വയോവൃദ്ധനായ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് ദീർഘകാലമായി കാരാഗൃഹത്തിൽ കിടക്കുന്നത്. എത്ര കാലം ജയിലിലിട്ടാലും മോദിയുടെ വർഗീയ മേൽക്കോയ്മയ്ക്ക് അടിയറവ് പറയില്ല എന്ന ശാഠ്യത്തിലാണ് ലാലു. പക്ഷേ പിണറായിയും മോദിയും തമ്മിലുള്ള അന്തർധാര സുവിധിതമാണ്. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രക്ഷോഭം നടത്തുമ്പോഴും പിണറായി കുറ്റപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. എന്തൊരു വിരോധാഭാസം! അതേസമയം ED എത്രയോ ചീളുകേസുകളിൽ പമ്പന്മാരെ കാരാഗൃഹത്തിൽ അടച്ച് പകപോക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും നേരിട്ട് ഇടപെട്ടാണ് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ഓരോ കേസിലെയും കുരുക്ക് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മേൽനോട്ടം വഹിക്കുന്ന മധ്യസ്ഥന്മാരുണ്ട്. അവർക്ക് പിടിപ്പത് പ്രതിഫലവും കിട്ടുന്നുണ്ട്. പിണറായിക്ക് കൈമടക്കായി കൊടുത്തത് 2,78,00,000 രൂപയാണ്. ഒരു മുഖ്യമന്ത്രിക്കല്ലാതെ ഏതെങ്കിലും വ്യക്തിക്ക് ഇത്രയും വലിയ തുക കൊടുക്കുമോ? ആ കസേരയിലിരുന്ന് 10 വർഷം കൊണ്ട് സമാഹരിച്ചതിൻ്റെ ചെറിയ അംശമേ ആകുന്നുള്ളൂ ഇതെന്നും ഓർക്കണം. ഈ പണമെല്ലാം എവിടെയാകും അദ്ദേഹം കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകുക? ആർക്കെങ്കിലും ഊഹിക്കാമോ? എല്ലാം കൂടി ഒരു അണ്ടകടാഹത്തിൽ കൊണ്ടിടുന്നതല്ല പിണറായിസം. ആരെയൊക്കെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പരസ്പരം അറിയില്ല. ഒട്ടേറെ താക്കോൽ കയ്യിലുണ്ട്. ബ്രിട്ടാസിനെ എത്ര ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് P ശശിക്കറിയില്ല. CM രവീന്ദ്രൻ്റെ ശേഖരത്തിൽ എത്രയുണ്ടെന്ന് റിയാസിന് അറിയണമെന്നില്ല. 2 ദിവസം കൊച്ചി ദേശാഭിമാനിയിൽ താമസിച്ച് കോടികൾ പിരിച്ചെടുത്തപ്പോൾ ആ പണം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ വരുന്നത് P രാജീവ് ആയിരിക്കുമെന്ന് അതിൻ്റെ പൂർണ്ണ മേൽനോട്ടം വഹിച്ചിരുന്ന K വേണുഗോപാലിന് അറിയുമായിരുന്നില്ല. ശശിധരൻ കർത്തായുടെ പൊതി അന്ന് കൈപ്പറ്റിയതും വേണുവായിരുന്നു. അന്ന് ആ വാഹനം ദേശാഭിമാനിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുതിക്കുമ്പോൾ ഓഫീസിൻ്റെ ഗേറ്റിന് സമീപം നിന്നിരുന്ന കൊച്ചിയിലെ അന്നത്തെ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ഇരുളിൽ നിന്ന് പുകവലിക്കുകയായിരുന്നു എന്നത് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ആണ് അറിഞ്ഞത്. ഇത്തരം ഓപ്പറേഷനുകളിൽ പിണറായിയുടെ സാമർഥ്യം എന്തെന്ന് പലവട്ടം തിരിച്ചറിയാൻ അവസരമുണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് ആർത്തിയാണ് അദ്ദേഹത്തിന് പണത്തോട്. പക്ഷേ ഭൂരിപക്ഷം പാർട്ടി അണികളും ഇതിനോടെല്ലാം സമരസപ്പെട്ടു കഴിഞ്ഞു. മാർക്സിസ്റ്റ് ദർശനങ്ങൾ അവരെയൊന്നും വഴികാട്ടുന്നില്ല. എല്ലാം പഴഞ്ചരക്ക്, എടുക്കാച്ചരക്ക്. കേരളത്തിൽ നുഴഞ്ഞുകയറാൻ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഈ അന്തർധാര അനിവാര്യമാക്കുകയാണെന്ന് RSSനറിയാം. പക്ഷേ മാസപ്പടി കേസ് ഒരു ടെസ്റ്റ് ഡോസാണ്. കേരളത്തിൽ ഭരണം പിടിക്കാൻ കരുക്കൾ നീക്കാൻ സമയം പാകമായോ എന്നാണ് RSS നേതൃത്വം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. പിണറായി വിജയൻ കൽപ്പാന്തകാലത്തോളം ഉണ്ടാകില്ലല്ലോ. BJPക്ക് പ്രത്യുപകാരം കിട്ടേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിന് അത്തരത്തിലൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം BJPയുടെ ദേശീയ നേതൃത്വമാണോ കേന്ദ്ര സർക്കാരാണോ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത്. കാരണം 2023 പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് പരിഗണിക്കണമെന്ന് അന്ന് സെപ്റ്റംബർ 13 പരിഗണിക്കണമെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം വർഷം 3 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് രാജ്യത്തെ പരമോന്നത കോടതി പോലും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വാധീനം പിണറായി വിജയന് അവിടങ്ങളിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. എന്തായാലും മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആരോ ആയിക്കോട്ടെ അവരൊക്കെ ഇരുമ്പഴികൾക്കുള്ളിലായിരുന്നേ. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും പുറത്തു തന്നെയാണ്. വയസ്സ് 80 അടുക്കുന്നു. ഇനി എത്ര കാലം അദ്ദേഹത്തിന് ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ചോദ്യമാണ്. വലിയ ഗുരുതരമായ അസുഖമുള്ള ആളാണ് എന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്തായാലും അതുവരെ പിണറായി വിജയൻ്റെ കാലശേഷം വരെ ഇതെങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകുക, അതിനുശേഷം പിണറായി വിജയൻ്റെ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു എന്നൊക്കെയുള്ള ഒരു ബോധം വരുത്തി അധികാരത്തിൽ വരാനാണോ BJPയുടെ ശ്രമമെന്ന് ജി ശക്തിധരൻ സംശയിക്കുന്നത് പോലെ ന്യായമായും നമ്മളും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിണറായി ഇതുപോലെ ഒരു കേസിന്, മാസപ്പടി പോലെയുള്ള വ്യക്തമായ തെളിവുകളുള്ള ഒരു കേസിന് എന്തിനാണ് ഇത്ര കാലതാമസം? ഈ കാലതാമസം മറ്റ് പല കേസുകളിലും ഉണ്ടായിരുന്നില്ലല്ലോ. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ പോലും ഇതുണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ്റെയും മകനുടെയും കാര്യത്തിൽ വളരെ മൃദു സമീപനമാണ് BJP സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 2 മാസത്തോളമായിരിക്കുന്നു പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ട്. അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, പറഞ്ഞു വിട്ടു, ഒക്കെ ശരി തന്നെയാണ്. എന്തിനാണ് ഇതുപോലെ ഇത്രയും അധികം കാലതാമസം വരുന്നത് എന്നുള്ളതാണ് ഇനിയും മനസ്സിലാകാത്ത ഒരു യാഥാർത്ഥ്യം. എന്തായാലും ജി ശക്തിധരൻ്റെ ഈ ഒരു കുറിപ്പോടുകൂടി ഏകദേശം കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു. വീണ്ടും കാണാം.